ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ നോക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പേപ്പർ ടോപ്പാണ്. ഇങ്ങനെ ഒരു പമ്പരം നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ട് ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ഷീറ്റ് പേപ്പർ മാത്രം മതി. അത് ഇതേപോലെ ഡയഗണലായിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഓരോ കോർണേഴ്സും അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. 2 സൈഡും ആ സെൻറ്ററിലെ ആ ലൈനിലേക്ക് നമ്മൾ വീണ്ടും ഫോൾഡ് ചെയ്യുക. തിരിച്ചു വെച്ചും ഇതേപോലെ തന്നെ ചെയ്യുക. ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക, 2 സൈഡും ആ സെൻറ്റർ ലൈനിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിരിക്കും. ഇനി നമ്മൾ വീണ്ടും ആ 2 ഫോൾഡ് ചെയ്യുക. ഇതേപോലെ ഒന്ന് ഓപ്പൺ ആക്കി ഹാഫ് പാർട്ട്, കുറച്ച് പാർട്ട് നമ്മൾ ഓൾറെഡി അവിടെ ഒരു ട്രയാങ്കിൾ പോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ അടയ്ക്കാം. അടിയിലത്തെ പാർട്ടും ഇതേപോലെ തന്നെ ചെയ്യാം. ഇത് കുറച്ച് സ്പീഡായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പോസ് ചെയ്ത് പതുക്കെ നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ഇനി ഇത് ഓരോ ഫ്ലാപ്പും ഇതേപോലെ ഓപ്പൺ ആക്കി നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുക. അത് അതിലേക്ക് ഇതേപോലെ വരും, കിട്ടും. ഓരോ സ്ക്വയേഴ്സായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഈ സ്ക്വയറായിട്ട് കിട്ടിയ ഓരോ പാർട്ടും മുകളിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഒരു ചെറിയ ട്രയാങ്കിൾ പോലെ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. 4 സ്ക്വയേഴ്സിലും ഇതേപോലെ ചെയ്യാം. ഇനി അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു പാർട്ട് ഇതേപോലെ വീണ്ടും മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് അടുത്ത പേപ്പർ എടുക്കാം. ഇതെല്ലാം ഞാൻ ഈക്വൽ ലെങ്താണ്. അതും നമ്മൾ ഡയഗണലായിട്ട് 2 സൈഡിലേക്ക് ഫോൾഡ് ചെയ്യുക, സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യുക. എല്ലാ കോർണേഴ്സും സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യുക, തിരിച്ചു വെക്കുക. വീണ്ടും ഇതേപോലെ എല്ലാ കോർണേഴ്സും സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യുക. വീണ്ടും പേപ്പർ തിരിക്കുക. ഒരു തവണ കൂടി നമുക്ക് സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തു. അങ്ങനെ നമ്മളുടെ പേപ്പർ മോഡൽ ഇതേപോലെ കിട്ടും. ഇനി നമ്മളിത് ആദ്യം ഉണ്ടാക്കിയ അതിൻ്റെ അകത്തേക്ക് ഇതേപോലെ വെക്കണം. കണ്ടോ? ഇനി നമ്മൾ ഈ ആദ്യം ഫോൾഡ് ചെയ്ത ബ്ലൂ പേപ്പർ ഉണ്ടല്ലോ, അത് ഫുള്ള് ക്ലോസ് ചെയ്ത് വെക്കുക. ഫുള്ളായിട്ട് ഇതേപോലെ ക്ലോസ് ചെയ്തെടുക്കുക. ഇനി ആ ബ്ലൂ പേപ്പറിൻ്റെ കോർണേഴ്സ് എല്ലാം ഇതേപോലെ ഒന്ന് താഴേക്ക് ഫോൾഡ് ചെയ്യാം. ചെറിയൊരു ട്രയാങ്കിൾ പോലെ കിട്ടും. ആ സെയിം ബ്ലൂ പേപ്പറിൻ്റെ താഴ്ഭാഗത്തുനിന്ന് മുകളിലേക്കും അതേപോലെ ഫോൾഡ് ചെയ്യാം. ചെറിയൊരു ട്രയാങ്കിൾ പോലെ. 4 സ്ക്വയേഴ്സിനും ഇതേപോലെ തന്നെ ചെയ്യണം. ഇനി അത് ജസ്റ്റ് ഓപ്പൺ ആക്കി മുകളിലേക്കൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. 4 ഇതേപോലെ ചെയ്യുക. കേട്ടോ? ഓപ്പൺ ആക്കി ഇങ്ങനെ ക്ലോസ് ചെയ്ത് അങ്ങ് വെക്കുക. ക്ലോസ് ചെയ്ത് വെക്കും. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് ഇതേപോലെ ട്രയാങ്കിളായിട്ട്, ഒരു സൈഡ് മാത്രം ട്രയാങ്കിളായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. അടുത്ത സ്റ്റെപ്പ് കുറച്ച് ടഫായിട്ട് തോന്നും. അതായത് നമുക്ക് ഇതേപോലെ ട്രയാങ്കിളായിട്ട് മുകളിലേക്ക് ഫോൾഡ് ചെയ്യണം. പക്ഷേ നമ്മൾ അകത്ത് വെച്ചേക്കുന്ന പേപ്പറും കൂടെ അകത്ത് നമ്മളൊരു പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് വേണം നമ്മൾ ഇതേപോലെ ട്രയാങ്കിളായിട്ട് മുകളിലേക്ക് അതിനെ വലിച്ച് വെക്കാൻ. അങ്ങനെ നമ്മുടെ പകുതി പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ 3ാമത്തെ പേപ്പർ എടുത്ത് അതും ഡയഗണലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിലേക്ക് എല്ലാ കോർണേഴ്സും ഫോൾഡ് ചെയ്യുക. ഇനി ഇത് അങ്ങനെ തന്നെ വെച്ചിട്ട് വീണ്ടും ഫോൾഡ് ചെയ്യുക. ഇവിടെ 3 തവണയാണ് നമുക്ക് അകത്തേക്ക് ഫോൾഡ് ചെയ്യേണ്ടത്, സെൻറ്ററിലേക്ക് നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടത്. പക്ഷേ പേപ്പർ തിരിക്കേണ്ട, നേരെ തന്നെ വെച്ചിട്ട് 3 പ്രാവശ്യം അകത്തേക്ക് ഫോൾഡ് ചെയ്യുക. എല്ലാ കോർണേഴ്സും സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഈ പേപ്പർ ഡയഗണലായിട്ടും മടക്കണം, ഹാഫായിട്ടും മടക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള ഒരു പോർഷനാക്കി, ഒരു പേപ്പറാക്കി ഇതിനെ മാറ്റണം. ഒരു 4 സൈഡിലേക്കും ഇങ്ങനെ ഇതേപോലെ നമുക്ക് കിട്ടും. കണ്ടോ? വളരെ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അത് അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ ടോപ്പ് റെഡിയായി. വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു സോ മച്ച്.